79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. നാളെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും. ശുചീകരണ തൊഴിലാളികളാണ് ചെങ്കോട്ടയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിലെ പ്രത്യേക അതിഥികൾ. സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷത്തിനൊപ്പം മാതൃഭൂമിയെ വെട്ടിമുറിച്ച വിഭജനത്തിന്റെ ചരിത്രം കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ദിനം. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ നിറവിലാണ് രാജ്യം. ഭാരതത്തെ വെട്ടിമുറിച്ച വിഭജനത്തിന്റെ ഭീതിയും വേദനയും ഓർമ്മിച്ചുകൊണ്ടാണ് നാം സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് കടക്കുന്നത്. സ്വാതന്ത്ര്യം നേടി 79 വർഷം പിന്നിടുമ്പോൾ ലോകത്തിലെ മികച്ച സാമ്പത്തിക സൈനിക ശക്തിയായി ഭാരതം മാറുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ദേശീയ നിലപാടുകളും സാംസ്കാരിക പാരമ്പര്യവും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഭാരതത്തിന്റെ യാത്ര. ഹർഘർ തിരങ്ക എന്ന പ്രധാനമന്ത്രിയുടെ ആശയം ഏറ്റെടുത്തുകൊണ്ട് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്തിന്റെ ഓരോ കോണുകളിലും വീടുകളിലും ഇന്ന് ത്രിവർണ്ണ പതാക പാറിപ്പറക്കുകയാണ്. കാലങ്ങൾ നീണ്ട വൈദേശിക അധിനിവേശം അവസാനിപ്പിക്കുന്നതിനായി നിരവധി ധീരദേശാഭിമാനികൾ നടത്തിയ ഐതിഹാസികമായ പോരാട്ടം ഓർത്തെടുക്കാതെ നമുക്ക് കടന്നുപോകാനാകില്ല. ബാലഗംഗാധര തിലകനും സുഭാഷ് ചന്ദ്രബോസും സർദാർ വല്ലഭഭായ് പട്ടേലും പഴശ്ശിരാജയും ഉൾപ്പെടെ നമുക്ക് പേരറിയാവുന്ന നിരവധി പേർ. അതിനുമപ്പുറം നമുക്കറിയാത്ത കഴിഞ്ഞ കാലങ്ങളിൽ രാജ്യം വിസ്മരിച്ചു പോയ നിരവധി ധീരദേശാഭിമാനികൾ. അൺസങ് ഹീറോസ് എന്ന ക്യാമ്പയിനിലൂടെ അത്തരം വീരന്മാരെ രാജ്യത്തിനും പുതുതലമുറയ്ക്കും പരിചയപ്പെടുത്താനായി. സ്വാതന്ത്ര്യദിനാഘോഷത്തോടൊപ്പം വിഭജനത്തിന്റെ ഭീതി ദിനം കൂടി ആചരിക്കുകയാണ് രാജ്യം. 1947 ഭാരതത്തെ വെട്ടിമുറിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടം വിട്ടത്. രാഷ്ട്രീയ മതസമ്മർദ്ദങ്ങളുടെ ഭാഗമായി ഭാരതത്തെ വെട്ടിമുറിച്ചതിന്റെ വേദന, കോടിക്കണക്കിന് ജനങ്ങളുടെ പലായനവും നിരവധി പേരുടെ മരണത്തിനുമൊപ്പം ഒരിക്കലും ഉണങ്ങാത്ത മുറിവാണ് വിഭജനം രാജ്യത്തിന് സമ്മാനിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. നാളെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നതാണ് സ്വാതന്ത്ര്യദിനത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങ്. മുൻപ് ചെങ്കോട്ടയിൽ ബുള്ളറ്റ് പ്രൂഫ് കൂട്ടിനുള്ളിൽ നിന്നായിരുന്നു പ്രധാനമന്ത്രിമാർ രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നെങ്കിൽ ആ ബുള്ളറ്റ് പ്രൂഫ് കൂട് പൊളിച്ചെറിയാനുള്ള നരേന്ദ്രമോദിയുടെ ധൈര്യം രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓരോ ദേശസ്നേഹികൾക്കും അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടാണ് ഇന്ന് ഭാരതത്തിന്റെ യാത്ര. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ത്രിവർണ്ണ പതാക പാറിക്കുന്നതോടൊപ്പം ശ്രീരാമചന്ദ്ര ഭഗവാന് ക്ഷേത്രമൊരുക്കുന്ന സനാതനധർമ്മവും സാംസ്കാരിക പാരമ്പര്യവും മുറുകെ പിടിക്കുമെന്നത് ഉറച്ച തീരുമാനമാണ്. ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ.